അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഹിജ്റ വർഷം 1447 ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മുടെ ഹാജിമാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർക്കാരും ഹജ്ജ് ഡിപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം പുതിയ ഹജ്ജിനുള്ള ഒരുക്കം നടത്തുകയും അപേക്ഷ കൊടുക്കാനുള്ള അവസരം ആയി എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ് കഴിവുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. പഴയ കാലങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാന കാലത്ത്, വാർദ്ധക്യകാലത്തായിരുന്നു ഹജ്ജിന് പോയിരുന്നതെങ്കിൽ അത് ഇന്ന് കുറേ കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഓരോ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ബാധകമാകുന്നതെന്നാണ് പ്രായപൂർത്തിയാകുമ്പോഴാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞ ഏതൊരാൾക്കും കഴിവും സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അത് വാർദ്ധക്യകാലത്തേക്ക് നീട്ടിവെക്കേണ്ടതല്ല. സഹോദരങ്ങളെ, നാം ഹജ്ജിനു വേണ്ടി അത് നിർവഹിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാത്ത ആളുകൾ ഒരുങ്ങാൻ സമയമായിരിക്കുന്നു. അള്ളാഹുവിനോട് നാം കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് ഹജ്ജ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് നമ്മിൽ നിന്ന് കിട്ടേണ്ട ഒരു കടമയാണ് ഹജ്ജ്. സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും പല കാരണങ്ങളും പല തടസ്സങ്ങളും മുന്നിൽ പറഞ്ഞുണ്ടാക്കി ഹജ്ജിന് പോകാതെ നീട്ടിവെക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല, വലിയ ആപത്തിലേക്ക് വഴിവെക്കും എന്ന് നാം ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, തഅജ്ജലു ഇലൽ ഹജ്ജി, ഫറളായ ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടുക, ഫഇന്ന അഹദക്കും ലാ യദ്രി മാ യഅ്രിദു ലഹു, എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാ. പല ആളുകളും കുടുംബ പ്രാരാബ്ദങ്ങൾ കഴിഞ്ഞ്, ജോലിയുടെ തിരക്കുകൾ കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി നീട്ടിവെക്കാറുണ്ട്. ഒരിക്കലും അത് പാടില്ല. നേരെമറിച്ച് രോഗമാവാം, ചിലപ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാവാം. ബൈത്തുൽ ഹറാമിലേക്ക് എത്താനുള്ള സാമ്പത്തിക ശേഷിയും അതുപോലെ ശാരീരിക ആരോഗ്യവും ഉണ്ടാകുകയും എന്നിട്ട് ഹജ്ജ് നിർവഹിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ യഹൂദിയോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. പ്രാമാണികരായ മുഹദ്ദിസുകൾ ഈ ഹദീസ് സഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നന്മകളിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വറഹ്മ എന്ന ഖുർആനിൻ്റെ വചനം, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് ധൃതി കൂട്ടണം. ആ ധൃതിയിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുക എന്നത്. ഹജ്ജ് ചെയ്ത ഒരാൾക്ക് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞത് കാണാം, ബാദിറു ഇലൽ അഅ്മാൽ, സൽക്കർമ്മങ്ങൾ അതേതായിരുന്നാലും അത് വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കണം. കാരണം നിങ്ങൾ എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്? ദാരിദ്ര്യമാണോ? അതല്ല എല്ലാം മറന്നു കളയുന്ന ദാരിദ്ര്യമോ? അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ സമനില തെറ്റിച്ച് ധിക്കാരിയാക്കുന്ന ധനികനായി മാറുമെന്നതാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതല്ല നമ്മളെല്ലാം തളർത്തുന്ന രോഗമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതല്ല എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വാർദ്ധക്യമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതുമല്ലെങ്കിൽ ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത് ലോകാവസാനത്തിന്? അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരുന്നതിനെയാണോ നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ നബി ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം ജീവിതത്തിൽ ഊക്കും ഉഷാറും കഴിവുമുള്ള സമയത്ത് ഹജ്ജിന് വേണ്ടി നാം തയ്യാറായി ഒരുങ്ങി പുറപ്പെടണം. കാലം മാറുന്തോറും ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുന്നുണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ്. ആൾത്തിരക്ക് കൊണ്ടും മറ്റു തരത്തിലുള്ള പല കാരണങ്ങളാലും ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന് കിട്ടണമെങ്കിൽ നല്ല ആരോഗ്യം വേണം എന്നിടത്തേക്കാണ് നമ്മുടെ സാഹചര്യങ്ങളുള്ളത്. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, മനുഷ്യ ശരീരത്തിൻ്റെ ഘടനാമാറ്റങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല യുവത്വവും നല്ല ശാരീരിക ശേഷിയും ഉണ്ടാകുമ്പോൾ വേണം പോകാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ,
നീട്ടിവെക്കാതിരിക്കുക. ഹജ്ജിനൊരുങ്ങാനുള്ള അറിയിപ്പ് സർക്കാരുകൾ ഇപ്പോൾ തന്നെ നൽകി. കഴിഞ്ഞ ഹാജിമാർ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സർക്കാരുകൾ അത് നൽകി എന്നത് അതിൻ്റെ പ്രാധാന്യത്തെയും അത് ഒരുങ്ങേണ്ട ആവശ്യകതയെയും നമ്മൾ അറിയിക്കുന്നു. അള്ളാഹു ആ കർമ്മം കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.